നാളിതുവരെയും കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത എനിക്ക് ഇന്ന് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റി. കൊച്ചുനാളിലെ ഒരുപാട് ഓർമ്മകൾ ഈ കൊഴുക്കട്ടയിലുണ്ട് കേട്ടോ. കുഞ്ഞിലെ അമ്മച്ചി കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ടിരിക്കുമ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നതും ആ പൊടിയിലും മാവിലുമൊക്കെ കൈയിട്ട് വാരി കൊച്ചുരുളകൾ ഉണ്ടാക്കിയതൊക്കെ നല്ല ഓർമ്മയുണ്ട്. എന്തിനാണ് അമ്മച്ചി ഈ ദിവസം തന്നെ പ്രത്യേകമായി കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എന്ന് സംശയത്തോടെ ചോദിച്ച ഒരു കാലമുണ്ടായിരുന്നു. കൊഴുക്കട്ട ശനിക്ക് ലാസറിൻ്റെ ശനി എന്ന് കൂടി പേരുണ്ട് കേട്ടോ. ഈ ദിവസം യേശു ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. യേശുവിനെ കല്ലെറിയാൻ ഉപയോഗിച്ച കല്ലുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അരിമാവ് കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. എന്നാൽ അതിൻ്റെ മധുരമായ ഉള്ളടക്കം യേശുവിൻ്റെ സ്നേഹവും ലാസറിൻ്റെ പുനരുദ്ധാനത്താൽ ഉണ്ടായ സന്തോഷവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കൊഴുക്കട്ട ശനി എന്താണെന്നുള്ള സംശയം ഇനി ആർക്കും ഉണ്ടാവില്ലല്ലോ അല്ലേ?